നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. PFIയെ സജീവമാക്കാൻ സമൂഹ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് രഹസ്യ നീക്കം. ED അടച്ചുപൂട്ടിയ സത്യസരണിക്കായി വ്യാപക ഫണ്ട് പിരിവ്. കണ്ണിൽ പൊടിയിടാൻ ജനകീയ വിഷയങ്ങളിൽ കൂട്ടായ്മകൾ. കോഴിക്കോട് മീൻചന്തയിലെ ഓഫീസിന് ഇപ്പോഴും PFI പേര്. കളമശ്ശേരി പോളി ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. SFI നേതാവടക്കം 3 പേർ അറസ്റ്റിൽ. സംഭവത്തിൽ പരസ്പരം പഴിചാരി SFIയും KSUവും. ബത്തേരിയിൽ കഞ്ചാവ് മിഠായി വിതരണം ചെയ്ത വിദ്യാർത്ഥികൾ പിടിയിൽ. ആറ്റുകാലിൽ ആചാരലംഘനം. ക്ഷേത്രസന്നിധിയിൽ ചെരുപ്പിട്ട് കയറി പോലീസും ബാൻഡ് സംഘവും. ശ്രീകോവിലിന് മുന്നിൽ ബൂട്ടഴിക്കാതെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ. അവഹേളനം ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ നോക്കി നിൽക്കെ. ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ CPM. കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് CV വർഗീസ്. ഞാൻ മനസ്സിലാക്കുന്നത് പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയത് സംബന്ധിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ചതനുസരിച്ച് ദിനേശനും ബഹുമാനപ്പെട്ട ദിനേശൻ മുൻ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ K. സേതുരാമനെ സംബന്ധിച്ചൊരു കമ്മീഷൻ അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ചില നടപടി സ്വീകരിച്ചു. പക്ഷെ എന്നാലിപ്പോ പരുന്തുംപാറ സംഭവിച്ചുകൊണ്ട് അനധികൃത ഖനനത്തിൽ കളക്ടർക്കെതിരെ CV വർഗീസിന്റെ ഒളിയമ്പ്. രക്തസാക്ഷികളുടെ ഭൂമി വിറ്റ് കമ്മീഷൻ അടിച്ചു. CPMൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്ന് മുൻ ബ്രാഞ്ച് സെക്രട്ടറി. ആരോപണം കണ്ണൂർ പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. RSSനെ അധിക്ഷേപിച്ച തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തം. നെയ്യാറ്റിൻകരയിലെ ചടങ്ങിന് തുഷാറിനെ വിളിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്ന് BJP. ഗാന്ധിയെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ആളാണ് തുഷാറെന്ന് V. മുരളീധരൻ. തുഷാറിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നെയ്യാറ്റിൻകരയിൽ BJP ധർണ. റിസർവ് ബാങ്ക് പരിപാടിയിൽ UAPA കേസ് പ്രതി മുഖ്യാതിഥി. ബംഗളൂരു NIA കോടതിയിൽ വിചാരണ നേരിടുന്ന KK ഷാഹിനെ ക്ഷണിച്ചത് കൊച്ചി റീജിയണൽ ഓഫീസ്. പ്രതിഷേധം ശക്തം. മിസോറാമിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മിന്നും വിജയം. വില്ലേജ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 88-ൽ 64 സീറ്റും BJPക്ക്. സംപൂജ്യരായി കോൺഗ്രസ്. ശബരിമലയിൽ പുതിയ ദർശന ക്രമീകരണം ഇന്നു മുതൽ. ക്രമീകരണം ദർശനത്തിന് കൂടുതൽ സമയം ലഭിക്കുന്ന രീതിയിൽ. മീനമാസ പൂജകൾക്കായി ഇന്ന് നട തുറക്കും. വിശദാംശങ്ങളിലേക്ക് പോകാം. ലവ് ജിഹാദ് നിയമം മൂലം തടയണമെന്ന ആവശ്യത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മതവിശ്വാസമാണ് ലവ് ജിഹാദിന്റെ അടിത്തറ, അതിൽ സംശയമില്ല. നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തി കെണിയിൽപ്പെടുത്തി പെൺകുട്ടികളെ വഴിതെറ്റിച്ച് അവരെ ഇരകളാക്കി അവരെ ദുരുപയോഗം ചെയ്ത് പിന്നീട് അവര് പൊതുസമൂഹത്തിൽ വന്നിട്ട് പറയാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു. കാരണം ഒരു പെൺകുട്ടിയും അവരുടെ മാനം വിറ്റ് കളിക്കില്ല. ചതിയിൽപ്പെട്ടു കെണിയിൽപ്പെട്ടു ഒക്കെ പിന്നീട് വന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് ആരും പറയില്ല. ഇപ്പൊ ഷഹൻഷാ കേസിലെ വിധിയിൽ നിങ്ങൾക്ക് ആ പെൺകുട്ടികളുടെ പേര് പോലും വായിക്കാൻ പറ്റില്ല, പേരില്ല. ഷഹൻഷാ ആൻഡ് സിറാജുദ്ദീൻ കേസിൽ ആ പെൺകുട്ടികളുടെ പേര് വിധിന്യായത്തിൽ വായിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. കാരണം അവർക്കൊരു ജീവിതമുണ്ട്, അവർക്ക് ഫർദർ ജീവിതമുണ്ട്. ആ ജീവിതം വെച്ച് കളിക്കാൻ കോടതി തയ്യാറല്ല. അപ്പം അതുകൊണ്ട് അത്തരം പെൺകുട്ടികൾക്ക് ഇപ്പോൾ മുഖമില്ലാത്ത പെൺകുട്ടികളാണ് അവർ. മുഖമില്ല അവർക്ക്. കാരണം അവർക്ക് മുഖത്തോടു കൂടി പൊതുസമൂഹത്തിൽ വരാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുക. ചങ്ക് തകരം നിങ്ങൾക്ക് ഷഹൻഷാ കേസിലെ ആ പെൺകുട്ടികളുടെ മൊഴി വായിച്ചാൽ എന്തൊക്കെ ക്രൂരമായ രീതിയിലൂടെയാണ് ആ പെൺകുട്ടികൾ കടന്നുപോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ആ മൊഴി വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെയുള്ള നൂറുകണക്കിന് പെൺകുട്ടികൾ അത് ക്രിസ്തു മതത്തിലാകട്ടെ ഹിന്ദു മതത്തിലാകട്ടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന പോലെ
ലവ് ജിഹാദ് എന്ന ഈ ഒരു പ്രവർത്തനം, ലവ് ജിഹാദ് എന്നുള്ളത് ഒരു സംഘടനയുടെ പേരല്ല. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കുണ്ട് എന്ന് നിയമപരമായി തെളിയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് 2020 ശ്രീ ബെന്നി ബെഹനാൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡി പറഞ്ഞത് ലവ് ജിഹാദ് ഇറ്റ് ഈസ് നോട്ട് എ ഡിഫൈൻഡ് ടേം. ഇറ്റ് ഈസ് നോട്ട് എ ഡിഫൈൻഡ് ടേം അണ്ടർ ദി എക്സ്റ്റെൻഡ് ലോസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ലവ് ജിഹാദ് നിയമപരമായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സംജ്ഞയല്ല. അതുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിക്കും ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ടേം. അങ്ങനെ IPCയിൽ, അന്നത്തെ IPCയിലോ ഇപ്പോഴത്തെ BNSലോ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സംജ്ഞയല്ല അത്. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. ഇപ്പോൾ ലഹരി മാഫിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലഹരി മാഫിയ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ലഹരി മാഫിയ ഉണ്ടെന്ന് ഉത്തരം കിട്ടില്ല. കാരണം ലഹരി മാഫിയ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് ലഹരി മാഫിയ ഉണ്ടെന്ന് കിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ലവ് ജിഹാദിനെ സംബന്ധിച്ചും. അതുണ്ട് ഇവിടെ, അത് നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ ഉണ്ട്. അതൊരു നമ്മുടെ മുമ്പിൽ അതിൻ്റെ വിക്ടിംസ് ഉണ്ട്, ഇരകളാക്കപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെ അതിൻ്റെ ശരിയായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലവ് ജിഹാദ് നിയമം മൂലം നിരോധിക്കണം എന്ന് സർക്കാരിനോട് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുകയാണ്. ഇതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ മുഖ്യമായിട്ടുള്ള കാതൽ. എന്തോ ഞങ്ങൾ ഹിന്ദു ഐക്യവേദിക്ക് മഹിളാ ഐക്യവേദിയിൽ കുമാരി സമിതി എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. കുമാരി സമിതി, ആ കുമാരി സമിതി പെൺകുട്ടികളുടെ മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. ഈ കഴിഞ്ഞ വർഷമാണ് ഒരു 1500ഓളം പെൺകുട്ടികളുടെ കൗമാരപ്രായരായ പെൺകുട്ടികളുടെ ഒരു വലിയ സംഗമം ചാലക്കുടിയിൽ നടത്തിയത്. ഈ ഇത്തരം പരിപാടികളിലൂടെയൊക്കെ ഈ ജാഗരൂകരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ പറഞ്ഞു ബോധിപ്പിക്കുകയും കരുതലോടുകൂടി നടക്കാൻ അവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ നമ്മുടെ പെൺകുട്ടികളുടെ എന്ന് പറയുന്ന കൗമാരക്കാരായ കുട്ടികൾ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കപ്പെടും എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എന്തൊക്കെ ചിന്തകളാണ് അവരെ സ്വാധീനിക്കുക. ലവ് ജിഹാദ് നിയമം മൂലം തടയണമെന്നാവശ്യപ്പെട്ടാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടച്ചുപൂട്ടിയ മലപ്പുറം മഞ്ചേരിയിലെ ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രമായ സത്യസരണി രഹസ്യമായി പ്രവർത്തിക്കുന്നതായി സൂചന. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനായി സമൂഹമാധ്യമങ്ങളിലൂടെ അടക്കം വ്യാപക ഫണ്ട് പിരിവ് നടക്കുന്നതായാണ് വിവരം. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു സത്യസരണി. PFI ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്രവർത്തനം. PFI നിരോധനത്തിന് പിന്നാലെ സത്യസരണിയിലെ സ്വത്തുകൾ കണ്ടുകെട്ടിയിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്കും മതവിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത പാരമ്പര്യ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്ന മഞ്ചേരിയിലെ മഹത്തായ സ്ഥാപനമായ സത്യസരണി അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഭാരിച്ച ചെലവ് വരുന്ന ഇതിൻ്റെ നടത്തിപ്പിലേക്ക് നിങ്ങളുടെ സക്കാത്ത്, സദക്ക, മറ്റ് ദാനധർമ്മങ്ങൾ എന്നിവയുടെ നല്ലൊരു പങ്ക് മാറ്റിവെക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും. അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. സത്യസരണിയുടെ സഹായികളാവുക. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, എന്തൊക്കെ വിവരങ്ങളാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നത്? വീണ, നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ തണലിലും അതോടൊപ്പം തന്നെ അവരുടെ ഫണ്ടും ഉപയോഗിച്ചായിരുന്നു മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണി പ്രവർത്തിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ EDയും അതോടൊപ്പം തന്നെ മറ്റ് NIA അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ സത്യസരണിയിൽ റെയ്ഡ് നടത്തുകയും അതോടൊപ്പം തന്നെ സത്യസരണിയുടെ സ്വത്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. EDയാണ് അന്ന് കണ്ടുകെട്ടിയത്. അതിന് തൊട്ടു മുൻപ് തന്നെ ഏപ്രിൽ മാസത്തിലും അവിടെ പരിശോധന നടത്തിയിരുന്നു.
ആ സമയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനം എന്നതിന്റെ കൃത്യമായ തെളിവുകൾ അവിടെ നിന്നും ശേഖരിച്ചിരുന്നു. മണിക്കൂറുകളോളം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ എല്ലാം തന്നെ ശേഖരിച്ചത്. അതിനുശേഷമാണ് അവസാനമായി കഴിഞ്ഞ ഒക്ടോബറിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ തണലിൽ പ്രവർത്തിക്കുന്ന സത്യസരണിയുടെ ഇത്തരത്തിലുള്ള സ്വത്തുവകകളെല്ലാം തന്നെ കണ്ടുകെട്ടിയത്. പക്ഷെ അതിനുശേഷവും കൃത്യമായി തന്നെ സത്യസരണി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ സത്യസരണിയുടെ പ്രവർത്തനത്തിന് വേണ്ടി, അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വ്യാപകമായി തന്നെ ഫണ്ട് പിരിവ് നടക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം സത്യസരണി എന്ന് പറയുന്നത് ഒരു മതപരിവർത്തന കേന്ദ്രമാണ്. പ്രത്യേകിച്ച് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മതപരിവർത്തന കേന്ദ്രമാണ്. മറ്റു മതങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഹിന്ദു, ക്രിസ്ത്യൻ മതങ്ങളിൽ നിന്നുള്ള ആളുകളെ എല്ലാം തന്നെ ആകർഷിച്ച് ഇവിടേക്ക് എത്തിച്ച് പിന്നീട് ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന 2 മാസത്തെ കോഴ്സാണ് ഇവിടെ നൽകുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് പിന്നീട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഇവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലോ അതോടൊപ്പം തന്നെ മറ്റു വീടുകളിലോ വാടകയ്ക്ക് ഉള്ള കെട്ടിടങ്ങളിലോ എല്ലാം തന്നെ താമസിപ്പിക്കുന്ന ഒരു രീതി, അത്തരത്തിലുള്ള രീതിയാണ്. ഈ രീതിയിൽ ആകർഷിപ്പിച്ചാണ് മറ്റു മതങ്ങളിലുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ വാഗ്ദാനം നൽകുന്നുണ്ട്, പുനരധിവാസ വാഗ്ദാനം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ട ആളുകളെ, നിർധനരായ ആളുകളെ ഇവിടേക്ക് എത്തിച്ച് മതപരിവർത്തനം നടത്തുകയാണ് പ്രധാനമായും സത്യസരണി ചെയ്യുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കൂടുതലായി ഇവിടെ മഞ്ചേരിയിലെ ചെരണി എന്ന സ്ഥലത്ത് സത്യസരണി പ്രവർത്തിക്കുന്നുണ്ട്. 2008 മുതലാണ് സജീവമായ പ്രവർത്തനം തുടങ്ങിയത്. അതിനു മുൻപ് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചത്. ഇതിനെതിരെ 2016 അടക്കം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സത്യസരണിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. പിന്നീട് വ്യാപകമായ പരാതികൾ സത്യസരണിക്ക് എതിരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് EDയുടെയും അതോടൊപ്പം തന്നെ മറ്റ് NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെയും നിരീക്ഷണവും പരിശോധനയും അന്വേഷണവും എല്ലാം തന്നെ സത്യസരണിക്ക് നേരെ ഉണ്ടായത്. അതിനുശേഷം ശക്തമായ രീതിയിലുള്ള നടപടികൾ എടുത്തിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ സത്യസരണിയുടെ സ്വത്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടി. അതിനുശേഷവും ഇപ്പോഴും ഇത് നടന്നിട്ട് 4 മാസം പിന്നിട്ടു. പക്ഷേ ഇപ്പോഴും സത്യസരണി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം സത്യസരണിയിൽ ഇത്തരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നു. അതിനുള്ള കൃത്യമായ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഇടപെടൽ നടത്തുന്നു. പ്രത്യേകിച്ച് റംസാൻ മാസം കൂടിയാണ്. ഇതിന്റെ മറവിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടക്കുന്നത്. സക്കാത്ത് നൽകുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വതക്ക നൽകുക, ഇങ്ങനെ ഒരു ദീനി പ്രവർത്തനമാണ് സത്യസരണിക്ക് കീഴിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം ഇതിനുവേണ്ടി നൽകുക എന്നൊരു വ്യാപകമായ പ്രചാരണമാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോഴും NIAയുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും നിരീക്ഷണത്തിൽ തന്നെയാണ് സത്യസരണി ഉള്ളത്. വീണ. ഓക്കെ, ശരി ശിവദാസ്. നിരോധിത ഭീകര സംഘടനയായ PFIയെ സജീവമാക്കാൻ സമൂഹ മാധ്യമ കൂട്ടായ്മകളും വിവിധ ജനകീയ വിഷയങ്ങളുടെ പേരിലാണ് കൂട്ടായ്മകൾ. ഭീകരവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഉൾവലിഞ്ഞവരാണ് വീണ്ടും സംഘടിക്കുന്നത്. കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകങ്ങൾ, ദുരൂഹമരണങ്ങൾ, അഴിമതിയടക്കം പ്രാദേശിക വിഷയങ്ങൾ, ചികിത്സാ സഹായങ്ങൾ എന്നിവയുടെ എല്ലാം പേരിൽ സമൂഹ മാധ്യമ കൂട്ടായ്മകൾ ഉണ്ടാക്കിയ ശേഷം പൊതു വിഷയത്തിന്റെ പേരിൽ ഒത്തുകൂടുകയാണ് ചെയ്യുന്നത്. PFIയുടെ രാഷ്ട്രീയ രൂപമായ SDPIയുടെ ശക്തികേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ ഒത്തുചേരലുകൾ നടക്കുന്നത്. PFI SDPI ബന്ധം വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ ED കണ്ടെത്തിയിരുന്നു. SDPIയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടതിന്റെയും ഫണ്ട് എത്തിച്ചതിന്റെയും വിവരങ്ങളും പുറത്തുവന്നിരുന്നു. PFI SDPI ബന്ധത്തിൽ NIAയും അന്വേഷണം നടത്തുന്നുണ്ട്. നിരോധനത്തിന് ശേഷവും PFI ഗ്രൂപ്പുകൾ വിവിധ ഭാഗങ്ങളിൽ രഹസ്യയോഗങ്ങൾ ചേർന്നിരുന്നു. ഇത്തരത്തിൽ വാട്സാപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചാൽ ആദ്യം പുറത്തുനിന്നുള്ള ചിലരെ കൂടി ഉൾക്കൊള്ളിച്ച് ജനകീയ പരിവേഷമുണ്ടാക്കുകയും ഉൾപ്പെട്ടവരെ അഡ്മിൻ പിന്നീട് നീക്കം ചെയ്ത് PFI ഗ്രൂപ്പുകളായി നിലനിർത്തുകയുമാണ് ചെയ്യുന്നത്. പെരുമ്പാവൂരടക്കം ശക്തികേന്ദ്രങ്ങളിലാണ് കൂട്ടായ്മകൾ. PFI ഭീകരവാദത്തിന് മറയാകാൻ പുതിയ യുവജന സംഘടനയ്ക്കുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നു. സമൂഹ മാധ്യമ കൂട്ടായ്മകളുടെ പേരിൽ മുൻ അംഗങ്ങളെ ഒരിക്കൽ കൂടി ഏകോപിപ്പിക്കുകയാണ് PFI. ഭീകര സംഘടനയുടെ നിരോധനത്തിന് പിന്നാലെ ഇതിലെ അംഗങ്ങളെല്ലാം തന്നെ ഉൾവലിഞ്ഞിരുന്നു. അവരെ വീണ്ടും സജീവമാക്കുകയാണ് ലക്ഷ്യം. PFIയും SDPIയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ വിവിധ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് പേരും അഡ്രസ്സും അടങ്ങിയ ബോർഡ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. കോഴിക്കോട് മീൻചന്തയിൽ യൂണിറ്റി ഹൗസ് എന്ന പേരിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. നിരോധിത സംഘടനയാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഇപ്പോഴും അറിയപ്പെടുന്നുണ്ട് എന്നതാണ് വിരോധാഭാസം.
പഴയ ദേശീയപാതയിൽ മീഞ്ചന്ത ചെറുവണ്ണൂർ റൂട്ടിൽ ആർട്സ് കോളേജിന് എതിർവശത്തെ ബിൽഡിംഗിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. റോഡിനോട് ചേർന്നുള്ള ഒബേലിക്സ് ബിൽഡിംഗിലെ 3-ാം നിലയിൽ യൂണിറ്റി ഹൗസ് എന്ന പേരിലായിരുന്നു പ്രവർത്തനം. നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ചു. നിരോധിക്കുന്നതിനു മുൻപേ ഇഡിയും ദേശീയ അന്വേഷണ ഏജൻസിയും പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്തുകയും നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഇഡി റെയ്ഡ് നടത്തിയ സ്ഥാപനമാണ് മീഞ്ചന്തയിലെ യൂണിറ്റി ഹൗസും. പോപ്പുലർ ഫ്രണ്ടിന്റെ 120 കോടിയോളം വരുന്ന ഫണ്ട് കൈകാര്യം ചെയ്തത് യൂണിറ്റി ഹൗസ് കേന്ദ്രീകരിച്ചാണെന്നും ഇഡി കണ്ടെത്തിയിരുന്നു. വൻകിട പണമിടപാടുകളും ഫണ്ട് സമാഹരണവും യൂണിറ്റി ഹൗസ് കേന്ദ്രീകരിച്ചായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. 2022 സെപ്റ്റംബറിൽ തന്നെ ഓഫീസ് പൂട്ടി സാധന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി സീൽ ചെയ്തെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ അടയാളമായി ബോർഡ് ഇപ്പോഴും ബാക്കിയാണ്. അതെടുത്തു മാറ്റണമെന്ന ആവശ്യമായി നാട്ടുകാരും രംഗത്തുണ്ട്. ജനം, കോഴിക്കോട്. കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് വേട്ട. 2 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. 2 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. സംഭവത്തിൽ പരസ്പരം പഴിചാരി SFIയും KSUവും രംഗത്തെത്തി. സംഭവത്തിൽ അറസ്റ്റിലായ യൂണിയൻ ജനറൽ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച SFI നേതാക്കൾ. KSU പ്രവർത്തകർ ഒളിവിൽ പോയെന്ന SFI വാദത്തെ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടന തള്ളി. അതേസമയം കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്നവരെ വിദ്യാർത്ഥികളെന്ന് വിളിക്കരുതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതികരിച്ചു. SFI നേതാവിൻ്റെ റൂമിൽ നിന്നാണ് പിടിച്ചതും കൊണ്ടും പറയണം. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പോരാ, SFIയുടെ നേതാവാണ്. നേതാവിൻ്റെ മുറിയിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്ന് പറഞ്ഞാൽ നേതാവ് അതിൻ്റെ കസ്റ്റോഡിയനാണ് എന്ന അർത്ഥത്തിൽ നിങ്ങളതിനെ വിലയിരുത്തണം. അപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാവുക. ഈ രാജ്യം ഭരിക്കുന്ന ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഇതുപോലെ മദ്യം കൊണ്ടുപോയി വിൽപ്പന നടത്തി ജീവിക്കുന്നിടത്തേക്ക് നാടെത്തിയിരിക്കുകയാണ്. ഒരിക്കലും വിദ്യാർത്ഥികളെന്ന് പറയുന്ന ഒരു പദപ്രയോഗം അവർക്ക് അർഹതയില്ലാത്തവരാണ്. ആരാ ഇത്? കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്ക് എന്ത് വിദ്യാർത്ഥിയാ? പിന്നെ 10 മണി കഴിഞ്ഞിട്ടാണ് പിന്നെ കഴിച്ച് കഴിഞ്ഞത്. അപ്പോൾ ഗ്രില്ലടക്കും ഹോസ്റ്റലിലെ 10 മണിക്ക്. പിന്നെ ഞാൻ കയറാൻ പറ്റില്ല. അപ്പോൾ പുറത്തൊരു റൂമിൽ കൂട്ടുകാർ റൂമിൽ പോയി കിടന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് പേടി ഉണ്ടാവുമല്ലോ വരാൻ. ഇവിടെയുള്ള എൻ്റെ കൂടെയുള്ള ആകാശിനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് നിരപരാധി. എനിക്ക് സംഭവം അറിയത്തില്ല. ഇത് തീർച്ചയായിട്ടും ഞാൻ പറയാൻ ചേട്ടൻ, ഞാൻ KSU എന്ന പ്രസ്ഥാനത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്. എന്നിട്ട് വിജയിച്ചിട്ടില്ല. കോളേജ് ഹോസ്റ്റലുകളെ ലഹരി കേന്ദ്രങ്ങളാക്കുന്നവർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ABVP നേതാക്കൾ. SFI നേതാക്കൾ തന്നെ ലഹരി ഇടപാടുകൾക്ക് നേതൃത്വം നൽകുമ്പോൾ എങ്ങനെയാണ് കലാലയങ്ങളെ ലഹരി മുക്തമാക്കുകയെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ചോദിച്ചു. ലഹരിക്കെതിരായ മുന്നേറ്റത്തിൽ ഒരുമിച്ചിറങ്ങേണ്ട സമയമാണിതെന്നും ABVP. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ് ABVP. ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ ഹോസ്റ്റലുകളിൽ SFIയുടെ നേതാവായിട്ടുള്ള R അഭിരാജ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് കേരളത്തിലെ ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ഒരു അവസരത്തിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധനകളും മറ്റും നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് പോലീസും എക്സൈസും ഒന്നടങ്കം പ്രവർത്തിക്കേണ്ടതുണ്ട്. മറ്റ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹോസ്റ്റലുകളെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആലപ്പുഴയിലെ CPM നേതാക്കൾ ഉൾപ്പെട്ട ലഹരിക്കടത്തിന് പോലീസ് ഒത്താശ. MDMAയുമായി SFI മുൻ ഏരിയ സെക്രട്ടറി പിടിയിലായ സംഭവത്തിൽ സ്റ്റേഷൻ ജാമ്യം നൽകിയത് CPM സമ്മർദ്ദത്തെ തുടർന്നാണ്. രാസലഹരിക്കടത്തിന്റെ കണ്ണികളിൽ പാർട്ടിയിലെയും ബഹുജന സംഘടനകളിലെയും പലരും പ്രമുഖരുമുണ്ട്. തുടരന്വേഷണം മരവിപ്പിച്ചതിനു പിന്നിൽ ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ CPM നേതാവിന്റെ ഇടപെടലും ഉണ്ടായി. ഈ മാസം 2-നാണ് ആലപ്പുഴ സൗത്ത് പോലീസ് CPM ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായ വിഘ്നേഷ് ജയരാജിനെ MDMAയും MDMA വിറ്റുകിട്ടിയ പണവുമായി പിടികൂടിയത്. തൊണ്ടിമുതലിന്റെ അളവ് കുറവാണെന്ന ന്യായീകരണമാണ് വിഘ്നേഷിന് സ്റ്റേഷൻ ജാമ്യം നൽകാൻ കാരണമായി പോലീസ് പറയുന്നത്. എന്നാൽ MDMA വിൽപ്പന നടത്തിയെന്നും FIRൽ പറയുമ്പോൾ കൂടുതൽ അളവിൽ MDMA ഉണ്ടായിരുന്നതായും അത് മറ്റ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്താവുന്നതാണെന്നും പോലീസിനും ബോധ്യമുള്ളതാണ്. എന്നാൽ കേസിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച പോലീസ് ഈ കേസിന്റെ കാര്യം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ CPM നേതാക്കളുടെ ഇടപെടലാണെന്നാണ് ആക്ഷേപമുയരുന്നത്. ആലപ്പുഴയിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും നടത്തുന്ന വിഘ്നേഷ് അറസ്റ്റിലായി എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ എത്രമാത്രം
ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു CPM എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അപ്പോൾ വ്യാപനം ഏത് രൂപത്തിലാണ്, കച്ചവടം നടത്തുന്നത് ആരാണ്, ഏതെല്ലാം തരത്തിലാണ് ഇതിന്റെ പിന്നിലെ പ്രവർത്തകർ. അപ്പോൾ CPM ഭരണകക്ഷിക്ക് കൃത്യമായി ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. വിഘ്നേഷ് അടക്കമുള്ള CPM-ലെയും SFI, DYFI അടക്കമുള്ള ബഹുജന സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാസലഹരി എത്തിച്ചു നൽകുന്നതിൽ പാർട്ടിയിലെ ഉന്നതരുടെ ഇടപെടൽ ഉള്ളതായാണ് വിവരം. ഈ കേസ് അന്വേഷണത്തിൽ നിന്നും ആ പോലീസിനെ കൂച്ചുവലം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഹാൻഡ്സ് പാക്കറ്റുമായിട്ട് പിടിച്ചാൽ പോലും പത്രസമ്മേളനം നടത്താറുണ്ട് പോലീസ്. പക്ഷേ ഇത്രയും ഗുരുതരമായിട്ടുള്ള MDMA-യുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് നൽകാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. 2 ആഴ്ചക്കാലം പിന്നിടുകയാണ്. ഇതിന്റെ ഉന്നതമായിട്ടുള്ള ബന്ധം CPM നേതൃത്വത്തിന്റെ ഈ കാര്യത്തിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ. അന്വേഷണം അവരിലേക്ക് എത്താതിരിക്കാനായി അന്വേഷണം നിലവിൽ മരവിപ്പിച്ച നിലയിലാണ്. ഇതിനായി ജില്ലയിലെ മുതിർന്ന CPM നേതാവ് തന്നെ ഇടപെട്ടതായാണ് വിവരം. മുമ്പ് നിരോധിത ലഹരി ഉൽപ്പന്നവുമായി CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വാഹനം പിടികൂടിയപ്പോൾ ഏരിയ കമ്മിറ്റി അംഗത്തെ ന്യായീകരിച്ചെത്തിയ വ്യക്തിയാണ് ഇപ്പോഴും ലഹരി കടത്തുകാർക്ക് രക്ഷകനായി എത്തിയതെന്നാണ് സൂചന. MLA-യുടെ മകന്റെ കഞ്ചാവ് കേസിൽ പണിമേടിച്ച എക്സൈസിന്റെ അനുഭവം മുന്നിൽ നിൽക്കുമ്പോൾ പോലീസിനും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക മാത്രമാണ് ചെയ്യാനാവുക. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നതിന് തെളിവായി മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ കണക്കുകൾ. കോഴിക്കോട് 2 മാസത്തിനിടെ രാസലഹരി കേസുകളിൽ പിടിക്കപ്പെട്ടവരിൽ അധികവും തീവ്ര മതസംഘടനകൾ ഉൾപ്പെട്ടവരാണ്. ലഹരി കേസുകൾക്ക് പിന്നിൽ മതഭീകരവാദ ശക്തികൾക്ക് ബന്ധമുണ്ടെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകളെ ശരിവയ്ക്കുന്നതാണ് പുതിയ കണക്കുകൾ. കഴിഞ്ഞ ദിവസം 87.17 ഗ്രാം കഞ്ചാവുമായി പിടിയിലായ മുഹമ്മദ് ഷമീം K. മാർച്ച് 6-ന് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ കഞ്ചാവ് വേട്ടയിൽ അറസ്റ്റിലായത് ഫൈസൽ അൻസ, കൃഷ്ണകുമാർ, ഒഫദാർ തുടങ്ങിയവർ. കോഴിക്കോട് തുണിക്കട കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ റാഷിദ്, ജംഷീർ, സാവദ്. ഇങ്ങനെ കഴിഞ്ഞ 2 മാസത്തെ രാസലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും തീവ്ര മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നതാണ് പുറത്തുവരുന്ന വിവരം. മറ്റ് വിഭാഗത്തിലുള്ളവരും ഈ കൂട്ടത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഇവിടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാകുന്നത്. ലഹരി കേസുകൾക്ക് പിന്നിൽ മത തീവ്രവാദ ശക്തികൾക്ക് ബന്ധമുണ്ടെന്നും പിടിക്കപ്പെടുന്നവരിൽ SDPI, DYFI പ്രവർത്തകരെ കാണുന്നുണ്ടെന്നുമാണ് K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന. കേരളത്തിൽ നിങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ അറിയില്ല. ഏത് പത്രം എടുത്ത് നോക്കിയാലും നിങ്ങൾ 2 സുഡാപ്പി 2 DYFI, 4 ആളെ പിടിച്ചാൽ 2 സുഡാപ്പി 2 DYFI. സർക്കാരിൻ്റെയും മതതീവ്രവാദ സംഘടനകളുടെയും ശക്തമായ പിന്തുണ ഇതിനുണ്ട്. ഇതാരാ ഇത് കടത്തുന്നത്? പോലീസ് ഒരു സംഭവം നടക്കുമ്പോൾ കുറേ ആളെ പിന്നാലെ ഓടും, അത് കഴിഞ്ഞാൽ പോലീസ് മറക്കും. ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ നിയമങ്ങളില്ല. ഇവിടെ നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുന്നില്ല. ഗവൺമെന്റ് പരാജയമാണ് ഇത് വർദ്ധിക്കാൻ കാരണം. കേരളത്തിൽ ലവ് ജിഹാദിന് പുറമെ നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന പ്രസ്താവനയുമായി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിനെ പോലുള്ളവർ രംഗത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ അങ്ങനെയല്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ മാധ്യമങ്ങളിലെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്നതാണ് വാസ്തവം. ലഹരി അത് ആരുപയോഗിച്ചാലും അത് തടയേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വമാണ്. ജനം, കോഴിക്കോട്. കോഴിക്കോട് കളൻതോട് MES കോളേജിലെ റാഗിംഗ് കേസിലെ പ്രതികളായ അർഷാദ്, ദിൽഷാദ്, നസ്രു എന്നീ വിദ്യാർത്ഥികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. നേരത്തെ റഹീസ്, മുഹമ്മദ് റംഷാദ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരുന്നു. ഫെബ്രുവരി 7-നുണ്ടായ റാഗിങ്ങിൽ 2ാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് മിൻഹാജിന്റെ മുഖത്തെ എല്ല് പൊട്ടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ ആചാരലംഘനം നടന്നതായി ആരോപണം. ക്ഷേത്രത്തിനുള്ളിൽ പോലീസും ബാൻഡ് മേളക്കാരും ബൂട്ടും ചെരുപ്പും ധരിച്ചു കയറി. ശ്രീകോവിലിന് മുന്നിലെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറും ബൂട്ടഴിക്കാതെ നടന്നു. കുത്തിയോട്ട സംഘങ്ങൾക്കൊപ്പം എത്തിയ ബാൻഡ് മേളക്കാരും ചെരുപ്പഴിക്കാതെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ നോക്കി നിൽക്കെയാണ് ഈ ആചാരലംഘനമെന്നും ഭക്തർ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം.
കുത്തിയോട്ട ബാലന്മാർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ അവർക്കൊപ്പമുണ്ടായിരുന്ന ബാൻഡ് സംഘങ്ങളാണ് ആചാരലംഘനം നടത്തിയത് എന്നാണ് പരാതി. ബാൻഡ് മേളക്കാരും മറ്റ് കലാരൂപങ്ങളും ചെരുപ്പഴിക്കാതെയാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചത്. ഇത് ഭക്തർക്ക് വലിയ മുറിവേൽക്കുകയും ചെയ്തു. കുത്തിയോട്ട സംഘങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച ശേഷം സംസ്ഥാന പോലീസിന്റെ വകയായി നടത്തുന്ന ഗാർഡ് ഓഫ് ഓണറിലും ആചാര ലംഘനം നടന്നു. ശ്രീകോവിലിന് മുന്നിലെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറും ബൂട്ടഴിക്കാതെയാണ് നടത്തിയത്. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തുള്ളപ്പോഴാണ് ഈ ആചാര ലംഘനം എന്നതും ശ്രദ്ധേയമാണ്. ആരും ഉദ്യോഗസ്ഥരോടും ബാൻഡ് സംഘങ്ങളോടും ചെരുപ്പഴിക്കാൻ നിർദ്ദേശിച്ചില്ല എന്നതും ആക്ഷേപമുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് നടപ്പതിൽ പോലും ചെരുപ്പ് ഉപയോഗിച്ച് കടക്കാൻ പാടില്ല എന്ന നിർദ്ദേശം എഴുതി വച്ചിട്ടുണ്ട്. എന്നിരിക്കെ ശ്രീകോവിലിന് സമീപത്ത് വരെ ചെരുപ്പിട്ട് കടന്നത് ഭക്തരുടെ മനസ്സിൽ വലിയ മുറിവാണ് ഏൽപ്പിച്ചത്. ജനം, തിരുവനന്തപുരം. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ CPM ഗാനം ആലപിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലാണ് തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വേദിയിൽ പാർട്ടി ഗാനം ആലപിച്ചത്. പാട്ടിനൊപ്പം സ്ക്രീനിൽ DYFI പതാകകളും CPM ചിഹ്നവും പ്രദർശിപ്പിച്ചിരുന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയവത്കരിക്കുന്നതിന്റെ ഉദാഹരണമാണ് നാം കണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ മാർച്ച് 2 മുതൽ 16 വരെ നടക്കുന്ന തിരുവാതിര മഹോത്സവത്തിനിടെയാണ് സംഭവം. 9ാം ഉത്സവ ദിവസം വൈകിട്ടാണ് ക്ഷേത്രത്തിലെ വേദിയിൽ CPM ഗാനങ്ങളുമായി സംഗീത പരിപാടി അവതരിപ്പിച്ചത്. പാട്ടിനൊപ്പം സ്ക്രീനിൽ തെളിഞ്ഞത് പാർട്ടി പതാകയും ചിഹ്നവുമായിരുന്നു. അന്നേ ദിവസം രാവിലെ മുതൽ നടന്ന ഭാഗവത പാരായണത്തിന് ശേഷം വൈകുന്നേരം സംഗീത പരിപാടി നടക്കുമെന്ന് നോട്ടീസിലുമുണ്ടായിരുന്നു. ഇടതുപക്ഷ സംഘടനയായ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗാനാലാപനത്തിന് ശേഷം പാർട്ടി ഗാനം പാടിയ വ്യക്തിക്ക് ഉത്സവ കമ്മിറ്റിയുടെ വക ഉപഹാരവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പൊങ്കാല ദിനത്തിൽ ഉദ്ഘാടന പരിപാടിക്ക് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റും എത്തിയിരുന്നു. രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ വേദിയാക്കരുത് എന്ന ഹൈക്കോടതി വിധി പ്രകാരം ഇതേ ക്ഷേത്രത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് മുൻപ് മാറ്റേണ്ടി വന്നത്. അതേ ക്ഷേത്രത്തിൽ തന്നെയാണ് ഭക്തജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി ഗാനം ആലപിച്ചത്. സംഭവം പ്രചരിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. വിഷയത്തിൽ ദേവസ്വം ബോർഡ് അധികൃതർ മറുപടി പറയണമെന്നും ക്ഷേത്രാങ്കണം പാർട്ടി വേദിയാക്കിയതിൽ നടപടി വേണമെന്നുമാണ് ആവശ്യം. ജനം, കൊല്ലം. ജിഹാദിനും ലഹരി മാഫിയയ്ക്കുമെതിരെ BJP നേതാവ് PC ജോർജിന്റെ നിലപാടിൽ ക്രൈസ്തവ സംഘടനകൾക്കിടയിൽ പിന്തുണ വർദ്ധിക്കുന്നു. ക്രൈസ്തവ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. സംസ്ഥാനത്തെ വൻതോതിൽ ലഹരി മാഫിയകളും ലവ് ജിഹാദ് സംഘവും പിടിമുറുക്കിയിരിക്കുകയാണെന്ന BJP നേതാവ് PC ജോർജിന്റെ നിലപാട് ചില മത തീവ്രവാദ സംഘടനകൾ വിവാദമാക്കുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭ തന്നെ PC ജോർജിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് PC ജോർജ് ചെയ്തത്. അതിൽ വിവാദം സൃഷ്ടിക്കുന്നത് ശരിയല്ലെന്നും സഭ നിലപാട് സ്വീകരിച്ചു. ഇതിനു പിന്നാലെ PC ജോർജിന് പിന്തുണയുമായി കൂടുതൽ ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തുകയാണ്. സംസ്ഥാനത്തെ ക്രൈസ്തവ സംഘടനാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യമടക്കം ആലോചനയിലുണ്ട്. വരും ദിവസങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇത് സംബന്ധിച്ച് ലേഖനമടക്കം പ്രസിദ്ധീകരിക്കുന്ന കാര്യവും ആലോചനയിലാണ്. ജനം, കൊച്ചി. ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ തുഷാറിനെ വിളിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണെന്ന് V മുരളീധരൻ. ഗാന്ധിയെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ആളാണ് തുഷാർ ഗാന്ധി. ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ തുഷാർ ഗാന്ധി RSSനെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത് വിവാദമായിരുന്നു. തുഷാർ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നെയ്യാറ്റിൻകരയിൽ BJP നടത്തിയ പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു V മുരളീധരൻ. ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആള് ഗാന്ധിജിയെ വിറ്റ് കാശാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എത്ര വില കൽപ്പിക്കണം എന്നുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം.
ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചത് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്നും CV വർഗീസ് ആരോപിച്ചു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ലാ ഭരണകൂടം ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും CV വർഗീസ് ആരോപിക്കുന്നു. പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെയും ജില്ലാ ഭരണകൂടത്തെയും പ്രതികൂട്ടിലാക്കുകയാണ് CPM. കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും നടക്കുമ്പോൾ റവന്യൂ വകുപ്പ് എവിടെയായിരുന്നു എന്നാണ് CPM ജില്ലാ നേതൃത്വം ചോദിക്കുന്നത്. നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. ഇതിന് ഉദ്യോഗസ്ഥ ഒത്താശയുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരെ മറയാക്കി റവന്യൂ വകുപ്പ് വൻകിട കയ്യേറ്റക്കാരെ സഹായിക്കുന്നു. ഇത്തരക്കാരെ മുൻനിർത്തി കുടിയേറ്റക്കാർക്കെതിരായ നിലപാട് റവന്യൂ വകുപ്പ് സ്വീകരിക്കുന്നതെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയത് സംബന്ധിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ചതനുസരിച്ച് H. ദിനേശനും ബഹുമാനപ്പെട്ട H. ദിനേശൻ മുൻ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ K. സേതുരാമനും സംബന്ധിച്ചൊരു കമ്മീഷൻ ക്രിയാന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ചില നടപടി സ്വീകരിച്ചു. പക്ഷെ എന്നാൽ ഇപ്പൊ പരുന്തുംപാറ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അവിടെ നിന്ന് കൃഷിക്കാരൻ ലോൺ എടുത്ത് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഈ അടുത്ത ദിവസം കേരളതാമസത്തിന് വേണ്ടി വെക്കുന്ന നിലപാട് സ്വീകരിച്ച കൃഷിക്കാരനെ അവിടെ നിന്ന് കുടിയിറക്കാൻ വേണ്ടിയുള്ള നീക്കം. ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എവിടെയാ ഒരുത്തരം പറയണ്ടേ? പറയണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം പുറപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ മതശക്തികൾ രംഗത്ത് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പരുന്തുംപാറയിലെ നിരോധനാജ്ഞ സാധാരണക്കാരെ വലയ്ക്കുകയാണെന്നാണ് CPM വിലയിരുത്തൽ. വൻകിട നിർമ്മാണങ്ങൾ നിയന്ത്രിക്കാതെ ജില്ലാ ഭരണകൂടം ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നിയന്ത്രണങ്ങൾക്കപ്പുറം അടിയന്തര നടപടികളാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ അതിലേക്ക് കടക്കാൻ റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും ശ്രമിക്കുന്നില്ലെന്നും CV വർഗീസ് കുറ്റപ്പെടുത്തി. ജനം, ഇടുക്കി. ഇടുക്കിയിലെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരിയെ ലക്ഷ്യം വെച്ച് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ ഒളിയമ്പ്. തനിക്ക് ട്രാൻസ്ഫറും സസ്പെൻഷനും ഒന്നുമില്ലെന്നും താനിത് പറഞ്ഞത് മറ്റാരെയും ഉദ്ദേശിച്ചല്ല എന്നുമായിരുന്നു CV വർഗീസിന്റെ പരാമർശം. CV വർഗീസിന്റെ മകനും മരുമകനും ചേർന്നാണ് അനധികൃത ഖനനങ്ങളെന്ന് കളക്ടർക്ക് പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും ഓർത്തഡോക്സ് സഭ. യാക്കോബായ സഭയിലെ പുതിയ കത്തോലിക്ക വാഴ്ചയ്ക്ക് സർക്കാർ പിന്തുണ നൽകുന്നതിലാണ് പ്രതിഷേധം. ലബനനിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി P. രാജീവ് ഉൾപ്പെടെ പങ്കെടുക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണെന്നും ഓർത്തഡോക്സ് സഭ വിമർശിച്ചു. യാക്കോബായ സഭ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ വാഴിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ അയക്കാൻ തീരുമാനിച്ചതാണ് ഓർത്തഡോക്സ് സഭയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മലങ്കര സഭയിൽ സമാന്തര ഭരണം പാടില്ലെന്ന സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് പുതിയ കാതോലിക്ക വാഴ്ചയെന്ന് സഭ വിമർശിക്കുന്നു. സംസ്ഥാനത്തിന്റെ നിയമമന്ത്രി തന്നെയാണ് നിയമലംഘനത്തിന് പിന്തുണ നൽകുന്നത് എന്നും ഓർത്തഡോക്സ് സഭ. കേരളത്തിലെ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി പ്രതിനിധികളെ അയക്കുന്നതെന്നും സർക്കാർ നിയമലംഘകർക്ക് കൂട്ടുനിൽക്കുകയാണെന്നും ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ യൂഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രോപൊലിത്ത പറഞ്ഞു. ഈ വിധിന്യായം വന്ന സമയം മുതൽ തന്നെ പല രീതിയിൽ വിട്ടുവീഴ്ചകളോടുകൂടി, എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സഭാഭരണക്കുള്ളിൽ നിന്നുകൊണ്ട് സമാന്തര ഭരണം കൂടാതെ വളരെ ഭംഗിയായി സമാധാനമുണ്ടാക്കി അത് ശാശ്വതമായി നിലനിർത്തി മുന്നോട്ട് പോകാമെന്ന് പല രീതിയിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. സർക്കാർ വഴിയും പ്രസിദ്ധീകരണങ്ങൾ വഴിയും മറ്റുള്ള സംഭാഷണങ്ങൾ വഴിയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ ഞങ്ങൾ നിയമത്തെ അനുസരിക്കുന്നവരല്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നിയമലംഘനം കൃത്യമായി നടത്തുന്ന ഒരു കൂട്ടമാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കുടം പിടിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്ത്യോക്യയിലെ പാത്രിക്കീസ് ലെബനോനിൽ അല്ലെങ്കിൽ ബെയ്റൂട്ടിൽ വെച്ച് നടത്തുന്നത്. ഈ മാസം 25-ന് ലെബനോണിൽ വെച്ചാണ് യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷനെ വാഴിക്കുന്ന ചടങ്ങ്. മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിൽ MLA-മാരടക്കം 7 പേരുടെ സംഘമാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുക. ജനം, കോട്ടയം.
കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ നിക്ഷേപകർക്ക് പണം കൈമാറുന്നതിൽ ബാങ്കിന് വിമുഖത. ഇഡി കണ്ടെത്തിയ സ്വത്തുവകകൾ ഏറ്റെടുത്ത് ലേലം ചെയ്ത് നിക്ഷേപ തുക കൈമാറാനുള്ള ഇഡി നിർദ്ദേശത്തോട് മുഖം തിരിച്ച് ബാങ്ക്. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് കൈമാറാൻ തയ്യാറുണ്ടോ എന്ന് അറിയിക്കാൻ കലൂർ PMLA കോടതി കരുവന്നൂർ ബാങ്കിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 128 കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇഡി കണ്ടുകെട്ടിയിരുന്നത്. മരവിപ്പിച്ച അക്കൗണ്ടുകളിലെ തുകയും ഭൂമി അടക്കമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുമാണ് കണ്ടുകെട്ടിയിരുന്നത്. നടപടികൾ PMLA അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കൂടി ശരിവെക്കുകയും ചെയ്തിരുന്നു. ഈ സ്വത്തുക്കൾ ബാങ്ക് തന്നെ ഏറ്റെടുത്ത് ലേലം ചെയ്ത് നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്നതാണ് ഇഡി നിർദ്ദേശം. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തട്ടിപ്പിന് ഇരകളായ സ്ഥാപനം ബാങ്കാണ്. അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ ബാങ്കിന് കൈമാറി നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പണം നഷ്ടമായ നിക്ഷേപകരുടെ വിവരങ്ങളടക്കം ബാങ്കിന്റെ കൈവശമുണ്ട്. എന്നാൽ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് ലേലം ചെയ്ത് നിക്ഷേപത്തുക തിരികെ നൽകുന്നതിന് ബാങ്കിന് താല്പര്യമില്ല. ഇത് സംബന്ധിച്ച് ഇഡി അയച്ച മെയിലുകളോടും ബാങ്ക് പ്രതികരിക്കാതിരുന്നതോടെ ഇഡി സ്വമേധയാ കലൂർ PMLA കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ബാങ്ക് അറിയിക്കാത്തതിനാൽ കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചായിരുന്നു ഹർജി. ഇതിൽ ഈ മാസം 27-ന് ബാങ്ക് കോടതിയിൽ സത്യവാങ്മൂലം നൽകണം. സങ്കീർണവും നിയമപ്രശ്നങ്ങളും ഉള്ളതാണ് ഏറ്റെടുക്കലെന്ന വാദമാണ് കരുവന്നൂർ ബാങ്കിന്റേത്. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ഇഡിയും ചൂണ്ടിക്കാട്ടുന്നു. സ്വത്തുക്കൾ ഏറ്റെടുത്ത് കൈമാറുന്നതിൽ അന്തിമ വിധി വരെ കാത്തിരിക്കേണ്ടതില്ല. വായ്പാ തട്ടിപ്പിലൂടെ നഷ്ടമായ തുക പലിശയടക്കം 345 കോടി രൂപ വരും. 188 കോടി രൂപയാണ് നേരിട്ട് ബാങ്കിനെ കബളിപ്പിച്ചിരിക്കുന്നത്. കേസിൽ CPMന്റെ സ്വത്തുക്കളും ഇഡി കണ്ടുകെട്ടിയിരുന്നു. കരുവന്നൂരിലെ സാധാരണക്കാരായ നിക്ഷേപകരുടെ പ്രതീക്ഷയായിരുന്നു ഇഡി കണ്ടുകെട്ടിയ സ്വത്തുവകകൾ ലേലം ചെയ്ത് അതിലൂടെ ലഭിക്കുന്ന പണം തിരികെ നൽകുക എന്നത്. എന്നാൽ ആ പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ മങ്ങലേൽപ്പിക്കുന്നത്. അവർക്ക് പണം തിരികെ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കുകയാണ് കരുവന്നൂർ ബാങ്ക്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ഇഡി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതായി കെ രാധാകൃഷ്ണൻ MP. ഇന്നലെ വീട്ടിലെത്തിയപ്പോഴാണ് നോട്ടീസ് വന്നു എന്ന് അറിയുന്നത്. പാർലമെന്റ് കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചതായും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇഡി നോട്ടീസ്. എന്നാൽ ഏത് കേസാണെന്ന് നോട്ടീസിൽ പറഞ്ഞിട്ടില്ല എന്നാണ് കെ രാധാകൃഷ്ണന്റെ മറുപടി. എറണാകുളത്തെ ആതിര ജ്വല്ലറി തട്ടിപ്പിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട നിക്ഷേപകർ. പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നിക്ഷേപകർ. ജ്വല്ലറി ഉടമകൾക്കെതിരെ നിക്ഷേപകർ മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകിയിരുന്നു. വിവിധ സ്കീമുകളുടെ മറവിൽ കോടികൾ തട്ടിയ ആതിര ഗോൾഡ് ആൻഡ് സിൽക്സ് ഉടമകളായ ആന്റണി, ജോൺസൺ, ജോബി, ജോസഫ് എന്നിവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. 650ഓളം പരാതികളാണ് ജ്വല്ലറി ഉടമകൾക്കെതിരെ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. 8 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് പിന്നീട് ജാമ്യവും ലഭിച്ചു. പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചു വരുന്നതെന്നാണ് ആക്ഷേപം. പ്രതികൾക്കെതിരായ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിക്ഷേപകർ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ആതിര ജ്വല്ലറി ഡയറക്ടറുടെ വീട്ടിലേക്കായിരുന്നു പ്രകടനം. വരും ദിവസങ്ങളിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിക്ഷേപകർ പ്രതിഷേധ യോഗം ചേരും. നേരത്തെ നിക്ഷേപകർ ഭീമഹർജി തയ്യാറാക്കി മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും സമർപ്പിച്ചിരുന്നു. ജനം, കൊച്ചി. കാട്ടാനകൾ തമ്പടിക്കുന്ന മൂന്നാർ ഗൂഡാർവിള ഹൈസ്കൂളിലെ SSLC പരീക്ഷകൾ നടന്നത് RRT കാവലിൽ. തുടർച്ചയായി കാട്ടാനകൾ എത്തിത്തുടങ്ങിയതോടെ കടുത്ത ആശങ്കയിലായിരുന്നു വിദ്യാർത്ഥികൾ. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി RRT സംഘം വിദ്യാർത്ഥികളുടെയും സ്കൂളിന്റെയും സംരക്ഷണം ഏറ്റെടുത്തു. ചോദ്യപേപ്പർ സ്കൂളിൽ എത്തിക്കുന്നത് മുതൽ കുട്ടികൾ തിരികെ പോകുന്നതുവരെ സ്കൂളിൽ RRTയുടെ സേവനമുണ്ട്. കാട്ടുകൊമ്പൻ പടയപ്പയടക്കം 7 ആനകൾ അടങ്ങുന്ന കൂട്ടമാണ് ഇവിടെ എത്തുന്നത്. ഇതിൽ 3 ആനകൾ ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങാറേയില്ല. ക്ലാസുകൾ നടക്കുന്ന സമയത്ത് പോലും സ്കൂൾ മുറ്റത്ത് കാട്ടാനക്കൂട്ടം എത്തിയതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ആശങ്കയിലായിരുന്നു. ഇതോടെയാണ് വനംവകുപ്പിന്റെ ഇടപെടലുണ്ടായത്. ആനകൾ മൂലം വിദ്യാർത്ഥികൾ ഇനി ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്ന് വനംവകുപ്പ് RRT സംഘം ഉറപ്പു നൽകി. പരീക്ഷാക്കാലം ആരംഭിച്ചത് മുതൽ സ്ഥലത്ത് വനംവകുപ്പിന്റെ കൃത്യമായ നിരീക്ഷണം. കാട്ടാന ശല്യമല്ല, കാട്ടാന സാന്നിധ്യമുണ്ട് ഈ സ്കൂൾ പരിസരത്ത്. അപ്പൊ ഇത് സ്ഥിരമായിട്ടുള്ള ആനകളാ. അപ്പൊ ഈ പടയപ്പ എന്നുള്ള ആനയ്ക്ക് മസ്തുള്ളതുകൊണ്ടും ഈ ആനക്കൂട്ടം സ്കൂൾ പരിസരത്ത് കാണുന്നതുകൊണ്ട് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് തടസ്സം കൂടാതിരിക്കാൻ വേണ്ടിയാണ് RRT ക്യാമ്പ് ചെയ്ത് ഈ ആനയെ നിരീക്ഷിക്കുകയും ഈ ക്യാമ്പസിനകത്ത് ആന വരാതെ നോക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യപ്രകാരം ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൂന്നാറിന് ഈ സ്ട്രോങ് റൂമിൽ നിന്ന് എടുക്കുക. രാവിലെ 6:30 അവരുടെ കൂടെ പൈലറ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്
ഈ സ്കൂളിൽ രാവിലെ എത്തിച്ചു കൊടുക്കും. ഒരു 7-7:30 ആകുമ്പോൾ. തുടർന്ന് ഈ സ്കൂളിൽ തന്നെ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നു. പരീക്ഷയ്ക്ക് തടസ്സമില്ലാതിരിക്കും 9:30 മുതൽ 12 വരെ പരീക്ഷ തീരുന്നവരെ നിന്ന് പരീക്ഷ ഒരു ബുദ്ധിമുട്ടില്ലാതെ തീരുന്നവരെ തീർത്തു കൊടുത്തിട്ടാണ് RRT ടീം പോകുന്നത്. ആനയെ വിരട്ടിയോടിക്കാൻ പ്രത്യേക സംവിധാനങ്ങളുമായിട്ടാണ് RRT സംഘം കൂണ്ടാർവിള സ്കൂളിൽ എത്തിയത്. ആ പരീക്ഷണം സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇത് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി KDHP കമ്പനിക്കാരാണ് ഈ വനംവകുപ്പിന് വേണ്ടി ഇത് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഈ സിസ്റ്റം എന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കുന്നേക്കാൾ ഉപയോഗപ്പെടുന്നുണ്ട്. ഈ ആനക്കൂട്ടം എന്നുള്ള രീതിക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ആനക്കൂട്ടം ഈ സൗണ്ട് സിസ്റ്റം കടുവയുടെ സൗണ്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആനക്കുഞ്ഞുങ്ങളുള്ള ഒരു കൂട്ടം മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ തന്നെ അതങ്ങനെ ഫലപ്രദമായിട്ട് പോകുന്നു. ആനക്കൂട്ടങ്ങൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കാട്ടിനകത്ത് കയറുന്നു. സാമ്പത്തികമായിട്ട് തന്നെ ലാഭം എന്ന് പറയാം. കാരണം ചാർജ് ഇട്ടാൽ മതി, ഇത് ഗുണം ചെയ്യുന്നുണ്ട്. ഈ സംവിധാനം കാട്ടാന ശല്യം രൂക്ഷമായ മേഖലകളിൽ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പരീക്ഷാകാലം അവസാനിക്കുന്നതുവരെ RRT സംഘത്തിന്റെ കൃത്യമായ നിരീക്ഷണം ഗൂണ്ടാർവിള സ്കൂളിലുണ്ടാകും. സുബിൻ തോമസ്, ജനം, ഇടുക്കി. കോളേജ് പഠനകാലത്തെ വൈരാഗ്യത്തിൽ സീനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. കക്കാട് പള്ളിപ്പുറത്തെ MK മുഫാസിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാരത്തെ അധ്യാപക ട്രെയിനിംഗ് സ്കൂൾ വിദ്യാർത്ഥിയും ലീഡേഴ്സ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് മുനീസിനെ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 2-ാം തീയതി കണ്ണൂർ തെക്കി ബസാറിൽ വെച്ചാണ് അധ്യാപക പഠന വിദ്യാർത്ഥിയായ മുനീസിനെ ഒരു സംഘം ആക്രമിച്ചത്. ചായ കുടിക്കുന്നതിനിടെ മുനീസിന്റെ ജൂനിയറായി പഠിച്ച 5-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും അക്രമി സംഘം രക്ഷപ്പെട്ടു. കോളേജ് പഠനകാലത്ത് നടന്ന സംഭവത്തിന്റെ പേരിൽ 2 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അത് അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവത്തിലെ പ്രതികളിൽ ഒരാളായ മുഫാസിനെ മംഗളൂരുവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ മുഫാസിന് പുറമെ കുഞ്ഞിപ്പള്ളി സ്വദേശികളായ നിഷാദ്, ഷിഹാൻ, ഷാൻ എന്നിവർക്കും കണ്ടാൽ അറിയാവുന്ന ഒരാൾക്കുമെതിരെയാണ് കേസ്. കത്തി ഉപയോഗിച്ച് ചുണ്ടിൽ പരിക്കേൽപ്പിക്കുകയും അടിക്കുകയും ചെയ്തതായും രക്ഷിക്കാൻ വന്ന സുഹൃത്തിനെയും മർദ്ദിച്ചതായും അക്രമത്തിനിരയായ മുനീസ് നൽകിയ പരാതിയിൽ പറയുന്നു. ജനം, കണ്ണൂർ. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ കൊല്ലാൻ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് നിയമപരമായി ശരിയല്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. നിയമത്തെ ഭരണഘടനാ സ്ഥാപനമായ പഞ്ചായത്ത് വെല്ലുവിളിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി വഴി നീങ്ങുന്നത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് അവർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനം നിയമത്തെ വെല്ലുവിളിക്കുന്നതിനോടാണ് നമുക്കെല്ലാം വിയോജിക്കുക. എന്നാൽ നിയമപരമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി നീങ്ങുന്നതിന് അത് സ്വാഗതാർഹമായ നിലപാടാണ്. കേരളത്തിലെ വനം വകുപ്പിനായാലും ഗവൺമെൻറ്റിനായാലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാസ്സാക്കിയ നിയമമനുസരിച്ചേ പ്രവർത്തിക്കാനാവൂ എന്ന പരിമിതിയാണ്. ആ പരിമിതി നിലവിലുള്ള കേന്ദ്ര നിയമങ്ങൾക്കും വ്യത്യസ്തമായി പഞ്ചായത്തിന് പ്രത്യേകമായ അധികാരം കോടതി കൊടുക്കുന്നുവെങ്കിൽ അത് നിയമ നടപടിയാണ്. നിയമ നടപടികളായി പോകാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അങ്ങനെയായിരുന്നു അവർ നേരത്തെയും ചെയ്യേണ്ടിയിരുന്നത്. റിസർവ് ബാങ്ക് കൊച്ചി റീജിയണൽ ഓഫീസിലെ വനിതാ ദിനാഘോഷം മാധ്യമപ്രവർത്തക KK ഷാഹിന ഉദ്ഘാടനം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധമുയരുന്നു. അബ്ദുൽ നാസർ മദനി പ്രതിയായ UAPA കേസിൽ വിചാരണ നേരിടുന്ന വ്യക്തിയെ ഭരണഘടനാ സ്ഥാപനമായ റിസർവ് ബാങ്കിന്റെ ചടങ്ങിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനെതിരെയാണ് പ്രതിഷേധം. ഈ മാസം 17-ന് ഹിന്ദു ഐക്യവേദി റിസർവ് ബാങ്ക് കൊച്ചി റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. മിസോറാമിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മിന്നും വിജയം. വില്ലേജ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 88-ൽ 64 സീറ്റും BJP തൂത്തുവാരി. കോൺഗ്രസ് ഇത്തവണയും പരാജയം അറിഞ്ഞു. മിസോറാമിലെ ഭരണകക്ഷിയായ സോറം പീപ്പിൾ മൂവ്മെന്റ് 12 സീറ്റിൽ ഒതുങ്ങി. പാക് കടലിടുക്കിലെ കച്ചത്തീവ് ദ്വീപിലേക്ക് പോകുന്ന ഭാരതീയരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ 3400 തീർത്ഥാടകരാണ് ശ്രീലങ്കയ്ക്ക് പുറപ്പെടുന്നത്. ഇവർക്കായി വിമാനവും കപ്പലുകളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ജനവാസമില്ലാത്ത ഈ ദ്വീപിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്ഥാപിതമായ ക്രിസ്ത്യൻ പള്ളി മാത്രമാണ് ഇപ്പോഴുള്ളത്.
തിരുനാൾ ദിനത്തിൽ മാത്രമാണ് ഇവിടേക്ക് ജനങ്ങൾക്ക് പ്രവേശനമുള്ളത്. യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തലിന് ഉപാധികൾ മുന്നോട്ട് വെച്ച് റഷ്യ. യുദ്ധത്തിലേക്ക് നയിച്ച അടിസ്ഥാനപരമായ കാര്യങ്ങൾ പരിഹരിക്കണമെന്നും പുടിൻ പറഞ്ഞു. അതേസമയം 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തിലുള്ള പുടിന്റെ പ്രതികരണം കൃത്രിമത്വം നിറഞ്ഞതെന്ന് വ്ളാഡിമിർ സെലൻസ്കിയും പറഞ്ഞു. യുക്രൈൻ യുദ്ധത്തിൽ ഇടപെടുന്ന അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പുടിനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. തുടർന്നാണ് വെടിനിർത്തൽ തത്വത്തിൽ അംഗീകരിക്കുന്നതായി പുടിൻ വ്യക്തമാക്കിയത്. യുദ്ധത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ ശാശ്വതമായി പരിഹരിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു. ശാശ്വത സമാധാനമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. We agree with the propositions to stop hostilities, but we proceed from the fact that such ceasefire should be such that would lead to a permanent peace and remove the initial original causes of the crisis. വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള പുടിന്റെ പ്രതികരണം കൃത്രിമത്വം നിറഞ്ഞതാണെന്ന നിലപാടാണ് വോളോഡിമർ സെലൻസ്കി മുന്നോട്ട് വെച്ചത്. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. Тим більше, що зараз ми всі почули з Росії дуже передбачувані, дуже маніпулятивні слова Путіна у відповідь на ідею тиші на фронті. Він фактично готує відмову станом на зараз. Путін, звісно, боїться сказати прямо президенту Трампу, що хоче продовжувати цю війну. Хоче вбивати українців. І тому вони там в Москві обставляють ідею тиші. യുക്രൈൻ യുദ്ധം ശാശ്വതമായി പരിഹരിക്കാൻ മുൻകൈയെടുത്ത ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും അമേരിക്കയെയും പുടിൻ നന്ദി അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ന്യൂയോർക്ക് കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. 2024 ഏപ്രിൽ 30-നാണ് പ്രതിഷേധം നടന്നത്. അതിക്രമം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് പോലും വിമർശനമുയർന്നിരുന്നു. കൊളംബിയ സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിൽ കടന്നുകയറി വിദ്യാർത്ഥികൾ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം നടത്തുകയായിരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർക്കുന്നതുൾപ്പെടെയുള്ള അതിക്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഗാസയിലും പാലസ്തീനിലും ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നടന്നത്. എന്നാൽ സർവകലാശാല അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരായ നടപടി വൈകിപ്പിക്കുകയായിരുന്നു. കടുത്ത വിമർശനങ്ങൾ വിളിച്ചുവരുത്തിയ സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരെ നിർദ്ദേശമുണ്ടായി. സർവകലാശാലയ്ക്ക് നൽകേണ്ട $40 കോടി ഗ്രാന്റ് ഉൾപ്പെടെ സർക്കാർ തടഞ്ഞുവെക്കുകയും ചെയ്തു. തുടർന്നാണ് സർവകലാശാല നടപടികൾ സ്വീകരിച്ചത്. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ സസ്പെൻഷനും പുറത്താക്കലും ഉൾപ്പെടെയുള്ള നടപടികൾ പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് നൽകിയ ബിരുദം താൽക്കാലികമായി തിരിച്ചെടുക്കാനും ശിക്ഷാ നടപടിയിൽ വ്യവസ്ഥയുണ്ട്. ഇസ്രായേൽ വിരുദ്ധ സമരങ്ങൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയിൽ നിരോധിച്ചിരുന്നു. നേരത്തെ നടന്ന അതിക്രമങ്ങളിലും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപത്തെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങൾ. ആവശ്യത്തിന് നഴ്സുമാരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ലഹരി വിമുക്തി കേന്ദ്രത്തിന്റെ പരസ്യ ബോർഡിലെ നമ്പറിലേക്ക് വിളിച്ചാൽ ആരും പ്രതികരിക്കാറില്ല എന്നും പരാതിയുണ്ട്. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും കോഴിക്കോട് ബീച്ച് ആശുപത്രിയോട് ചേർന്നുള്ള ലഹരി വിമോചന കേന്ദ്രത്തിന്റെ അവസ്ഥ നേരെ മറിച്ചാണ്. വിമുക്തി കേന്ദ്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഒരു പ്രതികരണവും ലഭിക്കാറില്ല. ബന്ധപ്പെട്ട അധികൃതരോട് കാര്യമന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി അത് വിമുക്തി കേന്ദ്രം സ്ഥാപിച്ചപ്പോഴുള്ള നമ്പറാണ്, ഇതല്ല യഥാർത്ഥ നമ്പർ എന്നാണ്. ഈ മേലത്തെ നമ്പർ വിളിച്ചാൽ കിട്ടൂല. ഇല്ല, അത് ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ കൊടുത്ത നമ്പറാണ്. ഇവിടുത്തെ ഈ നമ്പറിൽ ഇവിടെ കിട്ടും. അത് തുടങ്ങുമ്പോ ഇവിടെ നമ്പറില്ല, അപ്പോ ഹോസ്പിറ്റൽ ആൾക്കാർക്ക് നമ്പർ കൊടുക്കുക, അതിന് വിളിച്ചാൽ കിട്ടില്ല. രോഗികളുമായി എത്തി ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കി ഒടുവിൽ മടങ്ങിപ്പോവേണ്ടി വന്നിട്ടുണ്ട് പലർക്കും. ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കുറെ മാസങ്ങളായി കിടത്തി ചികിത്സയില്ല. വേണ്ടത്ര നഴ്സുമാരില്ലാത്തതാണ് ഇതിന് കാരണമായി അധികൃതർ പറയുന്നത്. കോഴിക്കോട് പരിസരത്ത് ലഹരി ഉപയോഗം കൂടി വരുന്ന സാഹചര്യമായിട്ട് പോലും വിമുക്തി കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ടു പോകാത്തതിൽ നാട്ടുകാർക്കിടയിൽ നിന്ന് തന്നെ വലിയ അമർഷമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം.